ഭരണത്തിലിരിക്കുന്നവർക്കറിയാം അമ്പലത്തിലെ ഫണ്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ നാളെ സർക്കാർ ഹിന്ദുക്കളുടെ പൈസ അടിച്ചു മാറ്റുന്നേ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ ഇറങ്ങും. അത് വലിയ പ്രശ്നമാകും. അപ്പോൾ പിന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള പരിപാടി എന്താ? നമ്മുടെ കാശെടുത്ത് കൊടുക്കുക. ഇത് അടിപൊളി ഒരു PR വർക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തെങ്കിലും ഒരു അപകടം നടക്കുന്നു, സർക്കാർ 14 ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നു, കാശ് പോകുന്ന നമ്മുടെ കീശയിൽ നിന്നും പേര് സർക്കാരിനും. ഇനി പ്രതിപക്ഷമാണെങ്കിലോ അവരും ഈ വിഷയത്തിൽ ഒന്നും മിണ്ടില്ല. കാരണം വോട്ട് അവർക്ക് വേണമല്ലോ. ചുരുക്കി പറഞ്ഞാൽ നഷ്ടം മുഴുവൻ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ടാക്സ് അടയ്ക്കുന്ന നമ്മൾക്കും മാത്രം. ഇനി ഇതൊന്നുമല്ലാതെ വേറൊരു ഗ്യാങ്ങുണ്ട് ഇതിന്റെ പുറകിൽ. ഈ വെടിക്കെട്ട് കോൺട്രാക്ട് എടുക്കുന്ന ആളുകൾ. ലക്ഷങ്ങളുടെ കോടികളുടെ ബിസിനസ്സാണിത്. ഈ പണിസ്ഥലത്ത് എന്തെങ്കിലും സേഫ്റ്റി ഉണ്ടോ? ഫയർ എക്സ്റ്റിംഗ്വിഷൻ ഉണ്ടോ? ജോലി ചെയ്യുന്ന പാവങ്ങൾക്ക് വല്ല ഇൻഷുറൻസും ഉണ്ടോ? ഒന്നുമില്ല. വല്ല അപകടവും നടന്നാൽ ദേവസ്വം ബോർഡ് പറയും ഇത് ഞങ്ങൾ കോൺട്രാക്ട് കൊടുത്തതാണ്, ഞങ്ങൾക്ക് അറിയില്ല എന്ന്. ഇനി മരിച്ചവരുടെ വീട്ടുകാർ എന്തെങ്കിലും ഒരു കേസ് കൊടുത്താൽ, ഈ കോൺട്രാക്ടർക്കെതിരെയോ ദേവസ്വത്തിനെതിരെയോ കേസ് കൊടുത്താൽ ഒന്നും നടക്കില്ല, ഒരു ചുക്കം നടക്കില്ല. എന്ന് വെച്ചാൽ നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെയാണ്. 10 20 വർഷമെടുക്കും അതിനൊരു വിധി വരാൻ. ഇത്രയും കാലം ആ പാവങ്ങൾ എന്ത് ചെയ്യും? നിയമങ്ങൾ കെട്ടുകണക്കിന് നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിലും ഒരു ജസ്റ്റിസ് കിട്ടണമെങ്കിൽ വർഷങ്ങളോളം കാത്തിരിക്കണം. അതായത് ടാക്സ് കൊടുക്കുന്നവന് പുല്ലുവില. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് വെറുതെ കുറ്റം പറയാൻ വേണ്ടി മാത്രമല്ല. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ വേണം. വെടിക്കെട്ടും പൂരവും ഒക്കെ നമ്മുടെ നാട്ടിന്റെ സംസ്കാരമാണ്, അത് നടക്കണം. പക്ഷേ ഇതുപോലുള്ള വലിയ പരിപാടികൾ നടത്തുമ്പോൾ നിർബന്ധമായി കോടിക്കണക്കിന് രൂപയുടെ ഒരു പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് എടുത്തിരിക്കണമെന്ന് നിയമം കൊണ്ടുവരണം. അത് ദേവസ്വവും കോൺട്രാക്ടറും കൂടെ എടുക്കണം. വല്ല അപകടവും സംഭവിച്ചാൽ അവർക്ക് കൊടുക്കേണ്ട കാശ് ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാകണം കൊടുക്കേണ്ടത്. അതായത് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് എടുത്തിട്ടാകരുത്.